പുതിയൊരു കാഴ്ചയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ് ഇടുക്കിച്ചിലീസ്. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് രാജകുമാരിയിലേക്കാണ്. രാജകുമാരിയുടെ അടുത്ത് നമുക്ക് ഒരു അടിപൊളി ഗ്രാമമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ് ഇടുക്കിച്ചിലീസ്. രാജക്കാട് പൂപ്പാറ റൂട്ടിലുള്ള രാജകുമാരി ടൗണിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. രാജകുമാരിയുടെ നല്ലൊരു വീഡിയോ അടിപൊളിയായിട്ട് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ രാജകുമാരി ടൗൺ എന്ന് പറയുന്നത് ഒരു വലിയ ടൗണാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളും ഒരുപാട് വാഹനങ്ങളും ഒരുപാട് കടകളും ഒക്കെയുള്ള ഒരു സുന്ദരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കച്ചനപ്പാറയ്ക്കും ബൈസന്മാരിക്കും അതുപോലെ തന്നെ മാങ്ങാത്തൊട്ടി വഴി ചെമ്മണ്ണാറ് ഉടുമ്പൻചോലയ്ക്കും അതുപോലെ തന്നെ രാജകുമാരി നോർത്തിലേക്കും അതുപോലെ നമുക്ക് പൂപ്പാറയ്ക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരുപാട് വഴികൾ ഈ ഒരു ടൗണുമായിട്ട് കേന്ദ്രീകരിച്ചുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു സെൻട്രൽ പോയിന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ശരിക്കും രാജകുമാരിയുടെ ആദ്യത്തെ ജംഗ്ഷൻ നമ്മളിപ്പോൾ കഴിഞ്ഞിട്ട് സെൻട്രൽ ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരുപാട് കടകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ രീതിയിലുള്ള കടകളുണ്ട്. ഹോൾസെയിലുണ്ട്, അതുപോലെ റീറ്റെയിലുണ്ട്, മെഡിക്കൽ സ്റ്റോറുകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. ഇതെല്ലാം കൂട്ടി നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാം. ഇതാണ് രാജകുമാരി സെൻട്രൽ ജംഗ്ഷൻ കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ, ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. ഈ വഴി ഇങ്ങനെ ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ രാജകുമാരി നോർത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ആ സ്ഥലത്തിന് കടുക്ക സിറ്റി എന്ന് പറയുന്ന ഒരു പേരും കൂടെയുണ്ട്. ആ ഒരു പേരായിരുന്നു പഴയകാല പേര് കേട്ടോ. രാജകുമാരി നോർത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ശരിക്കും രാജകുമാരി എന്ന് പറയുന്നത് യഥാർത്ഥ സ്ഥലം പഴയ കാലത്തെ നമ്മൾ കാണാൻ പോകുന്നതാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ചില ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചില ആക്ടിവിറ്റീസൊക്കെ ഈ പോകുന്ന വഴിക്കുണ്ട് കേട്ടോ. അപ്പം എന്താണെന്ന് ഞാൻ തെളിച്ച് പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ തിരക്കും ബഹളവും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററൊക്കെ നമുക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ നിങ്ങളോട് വന്ന വഴി പറഞ്ഞില്ലായിരുന്നോ, ഇതുവഴി നമുക്ക് പൂപ്പാറയ്ക്ക് പോകാൻ പറ്റുമെന്ന്. ഇതാണ് പൂപ്പാറയ്ക്ക് പോകുന്ന വഴി കേട്ടോ. അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുരുവിള സിറ്റി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് എസ്റ്റേറ്റ് പൂപ്പാറ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. ഏകദേശം കുരുവിള സിറ്റി വരെ 3 കിലോമീറ്റർ ഉള്ളൂ. ഇതാണ് നമ്മൾ കാണാൻ വന്ന കടുക്ക സിറ്റി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ച കേട്ടോ. ശരിക്കും 12 13 ആധാരം എഴുത്ത് ഓഫീസുകൾ തന്നെ ഈ ഗ്രാമത്തിലുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. നിങ്ങൾ നോക്കിയാൽ ഒരു ബിൽഡിങ്ങിൽ തന്നെ എത്ര ആധാരം എഴുത്ത സ്ഥലമാണെന്ന്. അപ്പോൾ ഇവിടെ നിന്നാൽ ഈ നേരെ പോകുന്ന വഴി ശരിക്കും നമുക്ക് ബൈസന്മാരിക്ക് നമുക്ക് എത്താൻ പറ്റും. മുട്ടുകാട് ബൈസന്മാരിയൊക്കെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. നമ്മുടെ യാത്ര ചെയ്ത് വന്ന വഴി ഇതാണ്, രാജകുമാരി എന്ന് വന്ന വഴി കേട്ടോ. അപ്പോൾ ഇതാണ് കടുക്ക സിറ്റി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ ശരിക്കുള്ള കാഴ്ച. ശരിക്കും രാജകുമാരി നോർത്ത് എന്നാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ രാജകുമാരി നോർത്തിൻ്റെ ഒരു യഥാർത്ഥ കാഴ്ച ഇതാണ്. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കുരിശുപള്ളിയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലും ആധാരം എഴുതുന്ന സ്ഥലങ്ങളാണ് നമുക്ക് ഫുള്ള് കാണാൻ വേണ്ടി സാധിക്കും. എൻ്റെ പേരേതാ ചേട്ടാ? ജോമോൻ. ഓട്ടോ ഒക്കെ ഉണ്ടോ? ഓട്ടം കുറവാണ്, കുഴപ്പമില്ല. പേരല്ല? അരുൺ. ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? അതെ, ആരെങ്കിലും പറ. ഇത് ശരിക്കും രാജകുമാരി നോർത്ത്, ഇതിന് പഴയൊരു പേരില്ലായിരുന്നോ? ഇവിടെ കടുക്ക സിറ്റി എന്ന് പറയുന്നത്. കടുക്ക സിറ്റി എന്ന് ഇപ്പോൾ ആ പേര് മാറിയിട്ട് രാജകുമാരി നോർത്ത് ആയില്ലേ? ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങളല്ല. ഇവിടെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ആധാര എഴുത്ത് ഓഫീസ് പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. അതാണ്. ചായക്കട പോലും കുറവാണ്. പിന്നെ അത്യാവശ്യം ട്രഷറി കാര്യങ്ങൾ, രജിസ്റ്റർ ഓഫീസ് അങ്ങനെയുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. സർക്കാർ സ്ഥാപനങ്ങൾ കൂടുതലാണ്. സ്കൂളുണ്ട്. സർക്കാർ. ഞാൻ ഈ രാജകുമാരി നോർത്തിലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു
ചങ്ങാതിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ. ചേട്ടാ നമസ്കാരം. ഈ നിൽക്കുന്ന ആളെ അറിയാവോ? പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരൊന്ന് പറയണേ, ഈ നിൽക്കുന്ന ആളെ അറിയാവോ എന്നേ? കുറേ വർഷങ്ങളായില്ലടാ നീ നാട്ടിലേക്ക് വന്നിട്ട്. നമ്മുടെ പഴയൊരു ചങ്ക കേട്ടോ, അങ്ങനെ കണ്ടുമുട്ടിയതാണ്. അച്ഛൻ്റെ പേരെന്താ? അരുൺ. ഇവിടെ കിടന്നോണ്ട് ഓർമ്മേ? അതെ അല്ലേ? എങ്ങനെയുണ്ട്? ഓട്ടോ ഒക്കെ ഉണ്ടോ? ഇവനിവിടെ പ്രശ്നക്കാരൻ വല്ലതും ആണെങ്കിലോ ചോദിച്ചു തരാം കേട്ടോ. ഓക്കെടാ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും രാജകുമാരിയിൽ നിന്ന് കടുക്കാസിറ്റിയിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു മേഖലയാണ് ഞാൻ നിൽക്കുന്നത്. ഈ വഴി വരുന്ന വഴിക്കാണ് സ്കൂള് കാര്യങ്ങളുള്ളത്. അപ്പം മുമ്പ് ഒരു ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് രജിസ്റ്റർ ഓഫീസാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആധാര എഴുത്ത് ഓഫീസാണ്. അതിൻ്റെ കാരണം വെച്ചാൽ ഒരു രജിസ്റ്റർ ഓഫീസ് ഇവിടെയുണ്ട് കേട്ടോ. നമ്മൾ രാജകുമാരിയിൽ നിന്ന് രാജകുമാരി നോർത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആദ്യം കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് ഈ സ്കൂൾ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്കൂളാണ് ഇത്. 1ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നേഴ്സറി സ്കൂളും ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത്. നമ്മൾ ഈ രാജകുമാരി നോർത്തിലേക്ക് പ്രവേശിക്കുന്ന വഴി ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ധാരാളം കടകൾ, ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു ചർച്ചകളെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. രാജകുമാരി ബ്രദറൻ ചർച്ച്, അതിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം വലിയൊരു ഹാളാണ്, ഒരു ചർച്ച് ഹാളാണ്. ശരിക്കും അങ്ങനെയുള്ള ഒരു മേഖലയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എൻ്റെ പേര് രാജൻ. എത്ര വർഷമായി നമ്മളിവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഞാൻ 1982 മുതൽ ഇവിടെ ആധാരെഴുത്ത. ശരി. അപ്പോൾ നമുക്ക് ഈ നേരത്തെ ഇതിനൊരു പേരുണ്ടായിരുന്നല്ലോ, കടുക്കാ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. കടുക്കാ സിറ്റി. അപ്പോൾ ആ പേര് മാറിയിട്ട് ഇപ്പം രാജകുമാരി നോർത്താണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്ര വിശേഷങ്ങളൊക്കെ ഈ ഗ്രാമത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇവിടെ ഈ എൻ്റെ ഓഫീസിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു കടക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആ കടക്കനെ ആസ്പദമാക്കാമെന്നുള്ളതാണ് കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ട് ഉള്ളവർ. ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് കടുക്കാ സിറ്റി. നേരത്തെ പണ്ടെന്ന് പറയുമ്പോൾ എല്ലാ സിറ്റികളാണല്ലോ. അപ്പോൾ രാജകുമാരി ഇപ്പോൾ സൗത്ത് എന്ന് പറഞ്ഞാൽ അത് വേങ്ങാ സിറ്റി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആളുകൾ ഇവിടെ കടുക്കാ സിറ്റി, അത് രാജകുമാരി മെയിൻ റോഡ് അങ്ങനെ പോയപ്പം രാജകുമാരി അതായി. ഇത് ശരിക്കും പഴയ രാജകുമാരി അല്ലേ? രാജകുമാരി ഒറിജിനലായിട്ട് പറഞ്ഞാൽ ഇതാണ് രാജകുമാരി എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാജകുമാരി പോസ്റ്റ് ഓഫീസ്, സബ് രജിസ്റ്റർ ഓഫീസ്, രാജകുമാരി ട്രഷറി, പിന്നെ സ്റ്റേറ്റ് ബാങ്ക്, സ്കൂളിനൊക്കെ ഒത്തിരി ചരിത്രം പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് രാജാക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്കൂൾ ഇതാണ് മെയിൻ സ്കൂള്, ഹൈസ്കൂളായിട്ട്. അപ്പോൾ ഇവിടുന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറമായിട്ട് അവിടെ നിന്നുള്ള ആളുകൾ പിള്ളേരൊക്കെ വന്ന് പഠിക്കുന്ന ഒരു സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 2500 പിള്ളേർ 3000 രൂപ പിള്ളേരൊക്കെ പഠിച്ചിട്ട് പോയത് അന്ന് നിലവിൽ. ഇവിടെ ബസ് സർവീസ് ഉണ്ട്. അപ്പം നേരത്തെ ബസ് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെ കുർള സിറ്റി എന്നിട്ട് അങ്ങനെ പോകുമായിരുന്നു പതിവ്. അങ്ങനെ ഉണ്ടായിരുന്ന നേരത്തെ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഞങ്ങളുടെ അടുത്തൊക്കെ അങ്ങനെയാണ്. അന്ന് ഈ വഴി ഇങ്ങനെ രാജകുമാരി സൗത്ത് നോർത്ത് റോഡ് അങ്ങനെ നല്ല ഇതല്ല, ഒരു ജീപ്പ് പോകുന്ന റോഡാണ്. അതിപ്പോൾ നല്ല റോഡായി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ വരുന്ന ബസ്സുകളൊക്കെ ഇതിൽ വന്നിട്ട് വന്ന് പോകുന്ന കുറച്ച് ബസ്സുകൾ ബാക്കിയുള്ള മെയിൻ പാത അതിലായതുകൊണ്ട്. ശരിക്കും ഈ രാജകുമാരി പഴയ രാജകുമാരി ഇതാണെന്നാണല്ലോ പറഞ്ഞത്. പിന്നീട് അങ്ങനെ അത് അങ്ങോട്ട് മാറി. അത് രാജകുമാരി ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സർവീസ് റൂട്ട് അങ്ങനെ മെയിൻ റോഡ് അങ്ങനെ ആയി പോയപ്പം രാജകുമാരി അതായി. അങ്ങനെ ഇത് രാജകുമാരി നോർത്ത്, അത് രാജകുമാരി സൗത്ത്. ഓരോ ഗ്രാമത്തിൻ്റെ ചരിത്രവും വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയണതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം ഒരു ചരിത്രമാണ് ഈ ഗ്രാമത്തിനുള്ളതെന്ന്. ശരിക്കും ഈ ഗ്രാമത്തിൻ്റെ യഥാർത്ഥ പേര് കടുക്കാ സിറ്റി എന്ന ചേട്ടൻ പറഞ്ഞില്ലേ. അതോടൊപ്പം തന്നെ രാജകുമാരി നോർത്തായ കഥയും പഴയ രാജകുമാരി ആയിരുന്നു ഇതെന്നുള്ള കഥയും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ രാജകുമാരി എങ്ങനെയാണ് രാജകുമാരി ആയെന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടില്ലേ. അത് കഥയല്ല, ചരിത്രമാണ്. അപ്പോൾ ഈ കാണുന്ന കുരിശുപള്ളിയുടെ സൈഡിൽ നമ്മൾ പിടിച്ചാലാണ് ഈ ഗ്രാമത്തിലെ ബാങ്കും രജിസ്റ്റർ ഓഫീസും അതുപോലെ തന്നെ ട്രഷറൊക്കെ ഉള്ളത്. ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ
പെരിയ കനാലിലേക്ക് എത്താൻ പറ്റും കേട്ടോ. പക്ഷെ വഴി എത്രമാത്രം സക്സസ് ആണെന്ന് എനിക്കറിയില്ല. നേരെ നമ്മൾ പോയാൽ ബൈസന്മാരി കൂടി, മുട്ടുകാട്, അതുപോലെ കുഞ്ചിത്തണ്ണിയൊക്കെ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് ഈ ഗ്രാമത്തിലെ പള്ളിയും അതുപോലെ തന്നെ ഒരു ITI ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെറിയ കടകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓടൊക്കെ ഇട്ട ഒരു പഴയ മോഡൽ കടകളൊക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. നമ്മുടെ രാജകുമാരി നോർത്ത് സെൻട്രൽ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് മുമ്പോട്ട് വരുമ്പോൾ ഒരു കുരിശുപള്ളിയുണ്ട്. അവിടുന്ന് പെരിയറയാൽ റൂട്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് SBIയുടെ സ്ഥാപനം നമുക്ക് കാണാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബാങ്ക്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ സബ് രജിസ്റ്റർ ഓഫീസുണ്ട്. ഈ ഒരു സൈഡിൽ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ട്രഷറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടാണ് നമ്മൾ ഈ കാണുന്ന രാജകുമാരി നോർത്ത് എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സ്ഥലം കേട്ടോ. സണ്ണി എന്താ ഏലക്ക വ്യാപാരമാണോ? ഏലക്ക, കുരുമുളക്, സ്പൈസസ്. അതല്ലേ. ശരിക്കും ഇപ്പോൾ ഏലക്ക എന്താ വിലയാണ് ഇപ്പം നിൽക്കുന്നത്? ഏലക്ക ഹൈ റേറ്റ് അപ്പം 3000 വരെ ആയിട്ടുണ്ട് 1 കിലോയ്ക്ക്. അപ്പം നിലവിൽ കാ കുറവാണ് ഇപ്പോൾ നിലവിൽ. ഏലക്ക കുറച്ച് ക്ലൈമറ്റ് ചേഞ്ച് കാരണം കുറയാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട് അല്ലേ? അതുകൊണ്ട് റേറ്റ് കയറി പോയിക്കൊണ്ടിരിക്കുക. പിതാക്കന്മാരായിട്ട് ഇവിടെ കുടിയേറിയതാണ്. ഇന്നിപ്പം ഒക്കെ വെൽ ഡെവലപ്ഡായി, ആളുകളൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉന്നമനത്തിലായി. ഒരു 2-3 വർഷം കൊണ്ട് നല്ല ഡെവലപ്മെന്റ് ഉണ്ട് ഏരിയക്ക്. ഉണ്ടല്ലേ? ശരിക്കും യാക്കോബറ്റ് ആളുകൾ ഒരുപാട് ഉള്ള മേഖല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസിൽ ഈ പിന്നെ SNDP ഉണ്ടല്ലോ, അവരും ജാക്കബൈറ്റ്സും തത്തുല്യമാണ് ഞങ്ങളുടെ ഈ ഏരിയ. രാജകുമാരി സൗത്തിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാത്തലിക്സും SNDPയും ഏതാണ്ട് ഈക്വലായിട്ട് വരും. ഫൈനലി ഞാനിങ്ങനെ നമ്മുടെ ബൈസന്മാർ മുട്ടുകാട് പോകുന്ന ആ വഴിയിലേക്ക് ഇങ്ങോട്ട് വന്നു കേട്ടോ. കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് ഈ ഗ്രാമത്തിലെ ഒരു പോസ്റ്റ് ഓഫീസ് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ ഈ ഒരു രാജകുമാരി നോർത്ത്, ഇതിൻ്റെ പഴയ പേരാണ് എൻ്റെ മെമ്മറി കിടക്കുന്നത്, രാജകുമാരി നോർത്ത് ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രധാനമായിട്ടും നമുക്ക് 1-2 ഹോട്ടലുകൾ ഈ ഒരു ഗ്രാമത്തിൽ കാണാൻ പറ്റും. എന്നാലും അത്യാവശ്യം ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹോട്ടലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു കുരിശുപള്ളി, ഇവിടെ ഒരു യാക്കോബിറ്റ് ചർച്ച് ഉണ്ട് കേട്ടോ. എൻ്റെ പിന്നിൽ ഈ കാണുന്നതാണ് ഈ ഒരു ഗ്രാമത്തിലെ ITI. നമുക്ക് MGM ITI എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് കാണുന്നുണ്ട്. ഈ കവാടം കടന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഗ്രാമത്തിലെ പള്ളി നമുക്ക് കാണാൻ പറ്റുന്നത്. ഗലീലിയ സെൻറ്റ് ജോൺസ് യാക്കോബയ സുറിയാനി ചർച്ച് എന്നാണ് ആ ഒരു പള്ളിയുടെ പേര് കേട്ടോ. അപ്പം നമുക്ക് ആ പള്ളിയുടെ അവിടെ പോരെയും പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ പള്ളിയുടെ അവിടുന്ന് താഴേക്ക് വീണ്ടും ഇറങ്ങുകയാണ് കേട്ടോ. ഈ പള്ളിയുടെ പേര് ഗലീലക്കുന്ന് സെൻറ്റ് ജോൺസ് യാക്കോബയ സുറിയാനി പള്ളി എന്നാണ് ഈ പള്ളിയുടെ പേര് കേട്ടോ. അപ്പം ഇനി നമുക്ക് പോകേണ്ടത് ആ കാണുന്ന കുരിശുപള്ളിയിലെ ആ കുരിശുപള്ളിയുടെ സൈഡിൽ കൂടെ പെരിയ കനാലിന് പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം നമുക്ക് പോയി നോക്കാം. നമുക്ക് പെരിയ കനാലിലേക്കുള്ള വഴി നമുക്ക് യാത്ര ചെയ്യാവുന്ന കണ്ടീഷനിലേക്കല്ല, പക്ഷേ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നമുക്കൊന്ന് പോയി കുറച്ച് ദൂരം പോയിട്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രവും കണ്ടിട്ട് നമുക്ക് തിരികെ വീണ്ടും ഈ കടക്കാ സിറ്റിയിലേക്ക് നമുക്ക് വരാവേ. നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴി രാജകുമാരി നോർത്ത് പെരിയ കനാൽ റൂട്ടിലൂടെയാണ്. പക്ഷേ ഈ വഴി നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകും. പക്ഷേ നല്ല രീതിയിലല്ല, അത്യാവശ്യം ഓഫ് റോഡൊക്കെ കയറി വേണം നമുക്ക് കടന്നു പോകാൻ വേണ്ടി. അപ്പോൾ ഈ വഴി ഇങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട്, സ്വാതിമ നാടൻ ഭക്ഷണശാല. അങ്ങനെ നമ്മളിപ്പോൾ നിലവിൽ പെരിയ കനാൽ റൂട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വഴി തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല കേട്ടോ. കൂട്ടിമുട്ടാത്തതുകൊണ്ട് നമുക്ക് ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതിലൂടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഞാനിവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന വഴിക്ക് ഒരു ചെറിയ ഹോട്ടൽ, ആ ഹോട്ടലിന്റെ അവിടുന്ന് നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു SNDPയുടെ ഒരു മന്ദിരം നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട് നമ്മൾ 2ആയിട്ട് വഴി തിരിയുന്നുണ്ട്. അതിലൊരു വഴി കൂടെ കയറി പോകുമ്പോഴാണ് ഈ ഒരു ഗ്രാമത്തിന്റെ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് നമുക്ക് കയറാൻ വേണ്ടി സാധിക്കുന്നത്. ശരിക്കും നമ്മൾ ആദ്യം കണ്ട ഗ്രാമം വിട്ട് കുറച്ച് ദൂരം മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ കാഴ്ച ഒന്ന് കണ്ടാലോ.
ഹായ് കൂട്ടനെ, എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ ഒക്കെ? അടിപൊളിയല്ലായിരുന്നോ? അപ്പോൾ രാജകുമാരി നോർത്ത് അഥവാ കടുക്ക സിറ്റി എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചകളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് അറിവുകളും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കിടിലൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.